ചെറുചേമ്പിന് വളം ചെയ്യണം. ഇത് കുറച്ചേ ഉള്ളൂ, കഴിഞ്ഞ പുതുമഴയ്ക്ക് നട്ടതാണ്. അപ്പോൾ ഇത്രയായപ്പോഴേക്കും അത് ഇത്രയും വളർന്നു. പക്ഷേ ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, ഇതൊക്കെ വെള്ളക്കെട്ടുള്ള ഭാഗമാണ്. പക്ഷേ ഇതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഈ ചേമ്പിന്. അപ്പോൾ ഇതിനൊന്ന് ഒരു അടിപൊളി 2 വളം ചെയ്യുന്നത്. ആ 2 വളം ഇതിന് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു 13 വിത്താണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു 3-4 വർഷമായിട്ട് ചേമ്പ് കൃഷി ചെയ്യാറില്ല. നല്ല വിത്ത് കിട്ടാനില്ല, അതാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുറച്ച് വിത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് എനിക്ക് കിട്ടി, ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് തന്നെ പറയാം. അത് കിട്ടി കഴിഞ്ഞപ്പോൾ കൊണ്ടു നട്ടു. ചെറിയ ചേമ്പാണിത്, വെളുത്ത ചേമ്പെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ അതിലൊരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു, ഞാനൊരു ചട്ടിയിൽ നട്ടു. അത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. വളം ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് വളം ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ ഇത് കണ്ടത് കിളിർത്ത് വരുന്നുണ്ട്. ആദ്യമായിട്ട് വളം ചെയ്യാൻ പോവുകയാണ്. വളം ഇട്ടാൽ മാത്രം പോരാ, വേറെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. അതും ചെയ്യണം. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അപ്പുറത്തുള്ളതിനും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനൊക്കെ ഇപ്പോൾ അതിനും ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ചാരം ഇട്ട് കൊടുക്കണം. ചാരം ചില ചെടികൾക്കൊന്നും ചില പച്ചക്കറി ഇനങ്ങൾക്കൊന്നും ചാരം ഇടാൻ പാടില്ല. എന്നാൽ ചിലതിന് ചാരം മസ്റ്റാണ്. പിന്നെ ഇതിനൊക്കെ ചെറിയ ഇത് കുനിപ്പ് വരണുണ്ട്, മുളകൾ. ഈ അടിയിൽ വിത്തുണ്ടാകുന്ന സാധനങ്ങൾ മിക്കവാറും നിങ്ങൾക്കറിയാം. ഇപ്പോൾ മഞ്ഞൾ, അതുപോലെ ഇഞ്ചി, ഈ വക കപ്പ, ഈ ചേമ്പ്, ഇങ്ങനെയുള്ളതിനൊക്കെ നിർബന്ധമാണ് ഈ പൊടി, ചാരപ്പൊടി. ഇതിന് ഇവിടെ നിന്ന് മണ്ണ്, ഇതിൻ്റെ 2 സൈഡിൽ നിന്നും മണ്ണ് വെട്ടിയിടാൻ മണ്ണില്ല. മണ്ണ് മിക്കവാറും ഒക്കെ ഒലിച്ചു പോയതായിരിക്കണം. അപ്പോൾ നമുക്ക് വേറെ മണ്ണ് വെട്ടിയിടണം. ഇവിടെ ആവശ്യത്തിനുള്ള മണ്ണ് ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. നമുക്കത് കോരി ഇടുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യവും കൂടി ചെയ്യാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചേമ്പ് കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നട്ടിട്ട് അധികം നാളായില്ല, ആദ്യത്തെ വളമാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് അമർത്തി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ മണ്ണൊഴിച്ച് പോകാതിരിക്കാൻ. അതിന് ഞാൻ വേറൊരു വിദ്യ ചെയ്യുന്നുണ്ട്, മണ്ണൊഴിച്ച് പോകാതിരിക്കാൻ. എന്നാലും ഇതൊന്ന് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ മണ്ണെടുത്തത് ഒരു വിട്ടിത്തല്ല കേട്ടോ. ഈ മണ്ണെടുത്തതിന് ഒരു കാര്യവും കൂടെ ഉണ്ട്. ഈ മണ്ണ് വേറൊരു സ്ഥലത്തു നിന്ന് കുഴിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ഇട്ടതിൻ്റെ കാരണവും കൂടിയുണ്ട്. കാരണം ഇതൊരു മഴക്കുഴിയാണ്. ആ കുഴി അപ്പോൾ അവിടുന്ന് ഈ മുറ്റത്ത് നിറയെ വെള്ളമാണ്. അപ്പോൾ ഇവിടുന്ന് വീഴുന്ന വെള്ളം ഈ വഴി ഈ തോട്ടിലെത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമാണ്. വെറുതെ കാശ് മുടക്കാണ്ട് നമുക്ക് മുകളിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ്. അത് നമ്മുടെ വസ്തുവിൽ തന്നെ താഴ്ന്നു പോകണം, വഴിയിലേക്ക് ഒഴുക്കി വിടാതെ. അപ്പോൾ അത് വീടിൻ്റെ ഓരോ സ്ഥലത്ത് 3-4 ഇതുപോലെ കുഴിച്ച് കഴിഞ്ഞാൽ വീഴുന്ന വെള്ളം മുഴുവൻ നമ്മുടെ പറമ്പിൽ തന്നെ അടിയിലേക്ക് പൊക്കോളും. അപ്പം വരും കാലങ്ങളിൽ നമുക്ക് ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകില്ല. ഇപ്പോൾ പഞ്ചായത്തൊക്കെ വീടിന് അനുമതി തരണമെങ്കിൽ മഴക്കുഴി വേണം, നിർബന്ധമാണ്. അവർ വന്ന് ചെക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഞാൻ മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രയോ വർഷം മുമ്പാണ്. ആ കാണുന്നതാണത്. ഉണ്ടോ? ഇത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം ടാങ്കിലേക്ക് വന്നിട്ട് തുറന്ന് മുറ്റത്തേക്ക് ഒഴുക്കിക്കളയും. ഇനിയും കുറച്ച് കരിയിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ ചേമ്പ് ഈ 10-12 കടയിൽ നിന്നും നമുക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഈ കരിയില എല്ലാ തവണയും ചെയ്യണമെന്നില്ല. മാസത്തിലൊരിക്കൽ ഇതുപോലെ ഒരല്പം
ചാണകപ്പൊടി ചാരവും ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചേമ്പ് നമുക്ക് കിട്ടും. അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.